നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ചെറുപയറും വാഴക്കയും ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് ഇട്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 6 മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയറാണ്. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള, ഒരു 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇടുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് 2 ഇട്ടത് നല്ല എരിവുള്ളതായിട്ടാണ്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് വാഴക്കയാണ്. ഈ വാഴക്കയും ചെറുപയറും കൂടി കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. ചെറുപയർ വേകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അതിന് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി, ഒരു 2 ഇല കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കുക്കർ ഒരു 3 വിസിലടിക്കുമ്പോഴേക്ക് ചെറുപയറൊക്കെ നല്ലോണം വെന്തുണ്ട്. പിന്നെ ഇത് നമുക്ക് തേങ്ങ അരച്ച കൂട്ട് ഇതിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ നോക്കാം. കറി ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂണ് കടുകും കൂടി ഇടാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 2 വറ്റൽ മുളക് ഇടാം. ഇത് നമുക്ക് കറിയിലേക്ക് ഇടാം. നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.